അറബിക്കടലും ഭാരതപ്പുഴയും സംഗമിക്കുന്ന പൗരാണിക തുറമുഖ നഗരമാണ് പൊന്നാനി. നൂറ്റാണ്ടുകളായി കടൽ വ്യാപാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സാംസ്കാരിക സഹവർത്തിത്വത്തിൻ്റെയും കേന്ദ്രമായി ഈ നാട് അറിയപ്പെടുന്നു. ചരിത്രവും പ്രകൃതിയും പൈതൃകവും ഒത്തുചേർന്ന ഈ നഗരത്തിന് ഇനിയും ഉപയോഗപ്പെടുത്താനാകാത്ത അനേകം വികസന സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ഭാവിയിലേക്കുള്ള ഒരു വികസന രേഖ മുന്നോട്ട് വയ്ക്കുകയാണ് തൗദാരം പൊന്നാനി പൊന്നെക്സ്റ്റ് വിഷൻ 2031 കോൺക്ലേവ്. ഒരു നഗരത്തിൻ്റെ ഭാവി യാദൃശ്ചികമായി രൂപപ്പെടുന്നതല്ല. ദീർഘവീക്ഷണവും കൃത്യമായ ആസൂത്രണവും സമൂഹത്തിൻ്റെ പങ്കാളിത്തവുമാണ് വികസനത്തിൻ്റെ ദിശ നിർണയിക്കുന്നത്. പൊന്നാനിയുടെ ഹൃദയഭൂമിയിലാണ് വലിയ ജുമായത്ത് പള്ളിയും പരിസര പ്രദേശങ്ങളും ചരിത്ര ശേഷിപ്പുകളും വ്യാപാര കേന്ദ്രമെന്ന നിലയിലെ പ്രാധാന്യവും ഒന്നിച്ചു ചേർന്ന ഉയർന്ന ജനസാന്ദ്രതയുമുള്ള പ്രദേശമാണ് പൊന്നാനി അങ്ങാടി. ഈ പ്രദേശത്തിന്റെ പൈതൃക സ്വഭാവം നിലനിർത്തിക്കൊണ്ട് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്ക് പകരം ഏകീകൃത ശില്പശൈലിയിലുള്ള പുതിയ കെട്ടിടങ്ങളും വീതിയുള്ള റോഡും സുരക്ഷിതമായ നടപ്പാതയും ആധുനിക ഡ്രൈനേജ് സംവിധാനങ്ങളും ഉൾപ്പെടുത്തി അങ്ങാടിയെ സമഗ്രമായി നവീകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങാടിയിലെ ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം നിലവിലെ ഇടുങ്ങിയ പാലമാണ്. ദേശീയ ജലപാതയുടെ ഭാവി സാധ്യതകൾ മുന്നിൽ കണ്ട് നിലവിലെ പാലം നവീകരിച്ച് കനോലി കനാലിന് കുറുകെ ഹൈഡ്രോളിക് വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിർമ്മിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. വലിയ ബോട്ടുകൾ കടന്നുപോകുമ്പോൾ പാലം ഉയർന്ന് ജലഗതാഗതത്തിന് തടസ്സമില്ലാതെ വഴിയൊരുക്കും. പൈതൃകവും ആധുനിക എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും കൈകോർക്കുന്ന ഒന്നായിരിക്കണം ഈ പാലം. എങ്കിലിത് പൊന്നാനിയുടെ പുതിയ സിഗ്നേച്ചർ ലാൻഡ്മാർക്കാകും. പൊന്നാനിയുടെ വളർച്ചയ്ക്കൊപ്പം ഗതാഗത ആവശ്യങ്ങളും വർദ്ധിച്ചു വരികയാണ്. നിലവിലെ സ്ഥലപരിമിതി കാരണം ഇപ്പോഴുള്ള ബസ് സ്റ്റാൻഡിനെ ബസ് ബേയായി നിലനിർത്തിക്കൊണ്ട് നഗരത്തിന് അനുയോജ്യമായ മറ്റൊരു സ്ഥലത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഒരു ആധുനിക ബസ് ടെർമിനൽ സ്ഥാപിക്കാനാണ് ഈ വികസന രേഖ നിർദ്ദേശിക്കുന്നത്. യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പു നൽകുന്നതും ഗതാഗത സംവിധാനങ്ങളുടെ ഫലപ്രദമായ ഏകോപനം സാധ്യമാകുന്നതുമായ ഈ പ്രോജക്റ്റ് പൊന്നാനിയുടെ പൊതുഗതാഗത സംവിധാനത്തിന് പുതിയ ദിശ നൽകും. ദേശീയപാത 66 ഭാഗമായ ഫ്ലൈ ഓവറുകൾക്ക് താഴെയുള്ള വിശാലമായ സ്ഥലം പ്രയോജനപ്പെടുത്തി കഫ്റ്റീരിയകളും ഫുഡ് സ്ട്രീറ്റും സാംസ്കാരിക പരിപാടികൾക്കുള്ള വേദിയും ഉൾപ്പെടുത്തി സജീവമായ ഒരു പബ്ലിക് പ്ലാസയും നൈറ്റ് സ്ട്രീറ്റുമായി വികസിപ്പിക്കാൻ ഈ വിഷൻ നിർദ്ദേശിക്കുന്നു. നഗരത്തിന്റെ രാത്രികാല വിനോദസഞ്ചാരത്തിനും ചെറുകിട സംരംഭങ്ങൾക്കും പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുന്ന ഒരു നഗര ഇടമായി ഇത് മാറും. പൊന്നാനിയുടെ ചരിത്രം പറയുന്ന തെരുവാണ് ജയം റോഡ് അഥവാ ജുമാ മസ്ജിദ് റോഡ്. മനോഹരമായ പാതയും തെരുവ് സൗകര്യങ്ങളും ഏകീകൃത രൂപത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടുത്തി ജയം റോഡിനെ മട്ടാഞ്ചേരി മാതൃകയിൽ ഒരു ഹെറിറ്റേജ് സ്ട്രീറ്റായി വികസിപ്പിക്കാനാണ് ഈ വിഷൻ നിർദ്ദേശിക്കുന്നത്. ഒരു കാലത്ത് പൊന്നാനിയുടെ വ്യാപാരത്തിന്റെയും ഗതാഗതത്തിന്റെയും പ്രധാന ആശ്രയമായിരുന്നു കനോലി കനാൽ. ദേശീയ ജലപാതയുടെ ഭാഗമായ കനാൽ പുനരുജ്ജീവിപ്പിച്ച് നടപ്പാതയും ബോട്ട് സവാരിയും വിശ്രമ കേന്ദ്രങ്ങളും സന്ദർശകർക്കുള്ള പൊതു സൗകര്യങ്ങളും ഒരുക്കിയാൽ ടൂറിസത്തിന്റെ പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കാനാകും. ഒരു നഗരത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിന്റെ പൈതൃകമാണ്. 1888 നിർമ്മിച്ച പഴയ കോടതി കെട്ടിടത്തെ ഒരു ആർട്ട് ഗാലറിയായും സാംസ്കാരിക കേന്ദ്രമായും വികസിപ്പിക്കാനും ഈ വിഷൻ നിർദ്ദേശിക്കുന്നു. പൊന്നാനിയുടെ ഏറ്റവും വലിയ പ്രകൃതി സമ്പത്ത് നിളയാണ്. നിളയോരത്തെ കർമ്മ റോഡിൽ സമഗ്രമായ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാതകളും ടൂറിസ്റ്റ് ബോട്ടുകൾക്കായി പൊതുജെട്ടിയും സന്ദർശകർക്ക് വിശ്രമ കേന്ദ്രങ്ങളും ഏകീകൃത രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങളും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന എക്കോ ടൂറിസം സംരംഭങ്ങളും ഉൾപ്പെടുത്തി പൊന്നാനിയെ കേരളത്തിലെ ശ്രദ്ധേയമായ റിവർ ഫ്രണ്ട് ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. കടലും അഴിമുഖവും ലൈറ്റ് ഹൗസും പൊന്നാനിയുടെ പ്രകൃതി സൗന്ദര്യത്തിന്റെ അടയാളങ്ങളാണ്. ബീച്ചിലേക്കുള്ള മികച്ച പ്രവേശന സൗകര്യങ്ങളും സന്ദർശക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി അഡ്വഞ്ചർ ടൂറിസം പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയാൽ
കേരളത്തിലെ പ്രധാന ബീച്ച് ടൂറിസം കേന്ദ്രങ്ങളൊന്നാക്കി പൊന്നാനിയെ മാറ്റാനാകും. തീര സംരക്ഷണത്തിനായി നിർമ്മിക്കുന്ന റെട്രോ പോഡുകളെ കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനാകുന്ന വിധം സുരക്ഷിതമായ വോക്കുവേയായി മാറ്റുക. തീര സംരക്ഷണത്തോടൊപ്പം ടൂറിസവും വികസിപ്പിക്കാനാവുന്ന പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. മത്സ്യബന്ധനമാണ് പൊന്നാനിയുടെ ജീവനാഡി. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ കോൾഡ് സ്റ്റോറേജും മത്സ്യത്തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ആധുനിക മത്സ്യ മാർക്കറ്റ് ഈ വികസന രേഖ വിഭാവനം ചെയ്യുന്നു. ഒരു നഗരത്തിന്റെ വികസനം അവിടുത്തെ ആരോഗ്യ സംവിധാനത്തിലും പ്രതിഫലിക്കണം. പൊന്നാനി താലൂക്ക് ആശുപത്രിയെ കൂടുതൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന ഒരു ജനറൽ ആശുപത്രിയായി ഉയർത്തുകയെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഒരു നഗരത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ യുവതലമുറയാണ്. ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിന് നിർണായകമാണ്. അതിന്റെ ഭാഗമായി നൂതന കോഴ്സുകളോടുകൂടിയ ഒരു സർക്കാർ കോളേജ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ ഒരു ക്യാമ്പസ് എന്നിവ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും ഈ വികസന രേഖ മുന്നോട്ട് വയ്ക്കുന്നു. കായിക രംഗത്ത് പ്രതിഭകൾ വളരാൻ ആധുനിക പരിശീലന സൗകര്യങ്ങൾ അനിവാര്യമാണ്. ദേശീയ നിലവാരമുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് പുതിയ തലമുറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുക്കും. വൃത്തിയുള്ള നഗരം ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിത്തറയാണ്. ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും പരിസ്ഥിതി സൗഹൃദ മാലിന്യ പരിപാലനവും കൂടുതൽ ശുചിത്വമുള്ള പൊന്നാനിയിലേക്ക് വഴിയൊരുക്കും. പൊന്നാനിയുടെ ചരിത്രം സമുദ്രവുമായി ചേർന്നു നിൽക്കുന്നതാണ്. ഒരു കാലത്ത് മലബാറിന്റെ പ്രധാന സമുദ്ര വ്യാപാര കേന്ദ്രമായിരുന്ന ഈ നഗരത്തിന് ഇന്നും വിപുലമായ സമുദ്രാധിഷ്ഠിത വികസന സാധ്യതകളുണ്ട്. ആധുനിക തുറമുഖവും സ്മാർട്ട് ഫിഷിംഗ് ഹാർബറും മത്സ്യ സംസ്കരണവും ലോജിസ്റ്റിക്സ് സൗകര്യങ്ങളും മാരിടൈം ടൂറിസവും ഒരുമിക്കുന്ന ഒരു മാരിടൈം ഹബ് പൊന്നാനിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾക്കും പുതിയ കരുത്താകും. വർഷങ്ങളായി നിർദ്ദേശിക്കപ്പെട്ട ഗുരുവായൂർ പൊന്നാനി തിരൂർ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനിയുടെ റെയിൽ ബന്ധം ശക്തിപ്പെടുകയും യാത്രയ്ക്കും വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം ഹൗറ മാതൃകയിലുള്ള പാലം, നിള സംഗ്രഹാലയം, മറൈൻ മ്യൂസിയം, ശബരിമല ഇടത്താവളം, നൂറടിത്തോട് ടൂറിസം പദ്ധതി തുടങ്ങിയ പ്രഖ്യാപിത പദ്ധതികളും യാഥാർത്ഥ്യമാകുമ്പോൾ പൊന്നാനിയുടെ വികസന യാത്രയ്ക്ക് കൂടുതൽ വേഗം കൈവരും. ഒരു നഗരത്തിന്റെ ഭാവി ഒരാളുടെ സ്വപ്നമല്ല, ഒരു സമൂഹത്തിന്റെ കൂട്ടായ കാഴ്ചപ്പാടാണ്. ഇന്നത്തെ ആശയങ്ങൾ നാളെയുടെ പൊന്നാനി. പൊന്നെക്സ്റ്റ് വിഷൻ